വഴിയോരങ്ങൾക്ക് തണുപ്പേകി ശീതളപാനീയ വിപണി. പൊള്ളുന്ന ചൂടിൽ അല്പം ആശ്വാസം പകരാൻ വഴിയോരങ്ങൾ സജീവമായി. കരിക്കും കരിമ്പും തണ്ണിമത്തനുമൊക്കെയായി ശീതളപാനീയ വിപണി ഉണർന്നു. ചൂട് കൂടിയതോടെ ഇടനേരങ്ങളിലെ ചായയുടെയും കാപ്പിയുടെയും സ്ഥാനം ശീതളപാനീയങ്ങൾ കൈയടക്കി. ചൂട് വളരെ ചൂടാണ്, കൂടുതൽ ചൂടാണ്. 40 ഡിഗ്രി അടുത്തുണ്ട്. ദാഹം വെള്ളം കുടിക്കാൻ വേണ്ടി ഇളനീ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇളനിയാണ് സൂപ്പർ. ഇപ്പോൾ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ലക്ഷ്യമിട്ട് കരിക്കും പനന്നൊങ്കും കരിമ്പിൻ ജ്യൂസും തണ്ണിമത്തനുമെല്ലാം വഴിയോരങ്ങളിൽ നിരന്നുകഴിഞ്ഞു. ചൂടിന് കാഠിന്യമേറിയതോടെ കച്ചവടക്കാർക്ക് ശ്വാസം വിടാൻ നേരമില്ലാത്തത്ര തിരക്കാണ്. കച്ചവടം ചൂട് നല്ല ചൂടായതുകൊണ്ട് 40 ഡിഗ്രിയാണ് ചൂടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഇളനീര് വന്ന് കിട്ടാനില്ല. ഒക്കെ കച്ചവടം ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതെ, ഇത് കൊഴിയാൻ പറയുന്നതാണ്. അതെ, കായ് ഒരുപാട് ഇപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട് കായ്. അതെ, അത് ഇപ്പോൾ കായ് ടൈറ്റ് ആകുന്നതോറും ജനങ്ങൾക്ക് ഇപ്പോൾ ഇളനീരാണ് ഇപ്പോൾ വലിയ താല്പര്യം. വെള്ളത്തിന് വേണ്ടിയിട്ട്, ആ ഇളനീരിന് വേണ്ടിയിട്ട്. അതെ അതെ, ആളുകൾക്ക് പ്രിയവും വിശ്വാസവും ഏറെ ഇളനീരിനോടാണ്. 50 രൂപയാണ് കരിക്കിന് വില. നാടൻ കരിക്കിന് പുറമെ തമിഴ്നാട്ടിൽ നിന്നുള്ള കരിക്കും വിപണിയിലുണ്ട്. ആവശ്യക്കാർ ഭയങ്കര കൂടുതലാണ്. കരിക്കാണ് കിട്ടാറില്ല. സാധനം വരവ് കൊഴിയാമ്പറ ചിറ്റൂർ ഭാഗത്തു നിന്നാണ് വരല്. അതിപ്പോൾ സാധനം കിട്ടാറില്ല, ഭയങ്കര കുറവാണ്. ചൂട് കാരണം തെങ്ങിന് സാധനം ഇല്ല, കുറവാണ്. അത് കാരണം കൊണ്ട് ഭയങ്കര കച്ചവടം ബാധിക്കുക പറഞ്ഞാൽ ഒരു ആഴ്ചയിൽ 4 ലോഡ് വരുന്നവിടെ ഇപ്പോൾ 1 ലോഡോ 2 ലോഡോ വരുന്നുള്ളൂ. പാതയോരങ്ങളിൽ തണൽപ്പറ്റി കരിമ്പിൻ ജ്യൂസ്, തണ്ണിമത്തൻ ജ്യൂസ് എന്നിവയുടെ വിൽപ്പനയും തകൃതിയായി നടക്കുന്നു. തണ്ണിമത്തൻ കച്ചവടവും വർദ്ധിച്ചിട്ടുണ്ട്. അതിയായ ചൂടാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതലായി. അതുകൊണ്ട് ബിസിനസ്സിനും അത് കാര്യമായ ഗുണം ചെയ്തിട്ടുണ്ട്. ഇനിയും ചൂട് കൂടാനാണ് സാധ്യത. തണ്ണിമത്തൻ്റെ ദൗർലഭ്യം കാരണം ലോഡുകൾ കിട്ടാനില്ല. തണ്ണിമത്തൻ ബിസിനസ് നിൽക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മഴ പെയ്യുന്നതുവരെ നല്ല ബിസിനസ് നടക്കാവുന്നതാണ്. എന്നിരുന്നാലും ഇപ്പോൾ തണ്ണിമത്തൻ്റെ ദൗർലഭ്യം കാരണം സാധനം കിട്ടുന്നില്ല. ബിസിനസ് ആ ഭാഗം മുഴുവൻ കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ ദൗർലഭ്യം അനുഭവപ്പെടുന്നത്. മദ്രാസിൽ നിന്നാണ് ഇത് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ലോഡുകൾ ആവാൻ വളരെ സാധ്യത കുറവാണ്. കുറച്ച് ഉള്ളത് കൊണ്ട് വലിയ ലോഡ് വന്നാലേ വാടക മുതലാവുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ബിസിനസ് നിർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യക്കാർ കൂടുതലാണ്. അവർക്കുള്ള സാധനം എത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ബിസിനസ് നിർത്താൻ പോകുന്നത്. സാധാരണ തണ്ണിമത്തനും കിരൺ ഇനത്തിനും ഡിമാൻഡുണ്ട്. ചൂട് എത്രത്തോളം ഉണ്ട് ഇവിടെ? അതെ, ഇപ്പോൾ തണ്ണിമത്തൻ കഴിക്കാൻ വന്നത് ചൂടിനിടയിൽ ഒരു ആശ്വാസമുള്ള. അതെ, എവിടെ നിന്ന് നമ്മൾ വരുന്നു? പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും ചേർത്ത ഹോട്ട് സംഭാരത്തിനും പ്രിയമേറിയിട്ടുണ്ട്. ബേക്കറികളിലും ജ്യൂസ് പാർലറുകളിലും ഫ്രഷ് ലൈം, സോഡാ നാരങ്ങ വെള്ളം, ഫ്രഷ് ജ്യൂസുകൾ, ഷേക്കുകൾ എന്നിവയ്ക്ക് ആവശ്യക്കാർ കൂടിയിട്ടുണ്ട്. 40 മുതൽ 60 രൂപ വരെയാണ് ഫ്രഷ് ജ്യൂസുകൾക്ക് ശരാശരി വില. ചൂട് കൂടിയതോടെ കുപ്പിവെള്ളത്തിന്റെ വിലയിലും വർധനയുണ്ടായിട്ടുണ്ട്. മുന്തിരി, ഓറഞ്ച് തുടങ്ങിയ പഴവർഗ്ഗങ്ങളുടെയും വഴിയോര വിൽപ്പന പൊടിപൊടിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.